ഹലോ കൂട്ടുകാരെ, അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വന്നു. അപ്പം ഞാനൊന്ന് നടക്കാൻ പോകും കേട്ടോ. ഇന്ന് കേട്ടോ വിൻ്റർ ഒന്ന് എങ്ങനെ നടക്കാൻ പറ്റുമെന്ന് നോക്കാമെന്ന് നോക്കാം. തണുപ്പാണേലും ഒരു എക്സർസൈസ് വേണമല്ലോ നമുക്ക്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നമ്മൾ വീട്ടിൽ ഇരിക്കും, നല്ല ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ചായ ഇടൽ, റസ്ക് കഴിക്കും പെട്ടെന്ന് ഒന്ന്. പിന്നെന്താ നമ്മൾ കഴിക്കുന്നത്? പിന്നെന്തെങ്കിലും പെട്ടെന്ന് ചോറും കറിയും എല്ലാം ഉണ്ടാക്കി കഴിപ്പ് തുടങ്ങുമല്ലേ. അപ്പോൾ നമ്മൾ അതെല്ലാം കുറച്ച് ഒഴിവാക്കണം. നമ്മുടെ ഹെൽത്ത് ഒന്ന് ചെറുതായിട്ടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട. നമ്മൾ ജോലി ചെയ്യുന്നില്ലേ എന്നും. അപ്പോൾ ഒരു എക്സർസൈസും ഇല്ലാതെ നമ്മൾ ജോലി സ്ഥലത്ത് നല്ലതായിട്ട് നടക്കുന്നുണ്ട്, എങ്കിലും ആ നടപ്പ് പോരാ. നമ്മൾ ശരിക്കും ഒരു ഫ്രഷ് എയറൊക്കെ കൊണ്ട് നടക്കണം. അപ്പോൾ ഞങ്ങളിന്ന് നടക്കാൻ പോകും ഈ ഐസിൽ കൂടെ. അപ്പം ഐസൊന്നും ഇങ്ങോട്ട് ഉരുകിയിട്ടും കൂടെ ഇല്ലേ, എന്തോരം ഐസായിരുന്നു അറിയാം. നല്ലതായിട്ട് മഞ്ഞ് പെയ്തായിരുന്നു 2 ദിവസം മുമ്പ്. അപ്പം അതൊന്നും ഉരുകിയിട്ടില്ല. നല്ല തണുപ്പാണ് ഈ ആഴ്ച. തണുപ്പെന്ന് പറഞ്ഞാൽ എത്രയാ എന്തായാലും -18 എത്ര ഇന്ന് നോക്കിയില്ല. എന്നാലും നല്ല തണുപ്പാണ്. എത്രയാണേലും കൊള്ളാം. നമുക്ക് കുറേ ഒരു 15 മിനിറ്റെങ്കിലും നടക്കാമല്ലേ. ഏബൽ, ആർ യു റെഡി? ഓ, യു ആർ കമ്മിങ് വിത്ത് മീ, ദാറ്റ്സ് വൈ യു എൻകറേജ് മീ റൈറ്റ്. എന്നും വരണം കേട്ടോ ഏബലെ. നമുക്ക് ജോലി കഴിഞ്ഞിട്ട് എന്നും ഒന്ന് നടക്കാൻ പോകാം. അത് നല്ലതല്ലേ. ആരുമില്ല, വെളിയിൽ ആരുമില്ല. ഈ സമയത്തൊക്കെ എല്ലാവരും കിടന്ന് ഉറങ്ങി കാണും അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താലല്ലേ, നോ പെയിൻ നോ ഗെയിൻ. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും അല്ലേ. അപ്പം നമുക്ക് നടക്കാം. അപ്പം കൂട്ടുകാരെ, ഞങ്ങൾ ഇങ്ങനെ ഇത് കണ്ടോ, പരന്ന് കിടക്കുന്നുണ്ടോ മഞ്ഞ് നൈറ്റിൽ. വിജനമായ പാതയിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങുന്നു. മലയാളം കാറ്റുമുണ്ട് കേട്ടോ, കാറ്റുണ്ട്, ഒരു വഷളൻ കാറ്റാണത്. നല്ലതായിട്ട് ടച്ചപ്പൊക്കെ ചെയ്താണ് നടക്കുന്നതെങ്കിൽ തണുപ്പല്ലേ കണ്ടോ. അപ്പം മഞ്ഞ് പുല്ലുപോലെ ഉരുട്ടി വെച്ചേക്കുന്നുണ്ട് ഇവിടെ ആരോ. ഇത് കണ്ടോ നിങ്ങൾ, മഞ്ഞിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് വെച്ചിരുന്നു വലിയൊരു കട്ടയായിട്ട്. അത്രയും മഞ്ഞാണ് നടക്കും. അപ്പം ഞങ്ങൾ നടക്കാൻ പോവാണ്. നടന്ന് 5 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് വരണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.